ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന ഒരു പുതിയ 2 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. ഇപ്പോൾ വാട്സപ്പിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതുതായി വന്ന 2 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനെ നമ്മുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും നിങ്ങൾ എടുക്കുക. നമ്മളിപ്പോൾ വാട്സപ്പിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ക്ലിയർ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യമൊക്കെ മുകളിലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് മോർ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചാറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നെ ക്ലിയർ ചാറ്റ് കൊടുത്താൽ ഡിലീറ്റ് ആക്കാണ്. ഇപ്പോൾ അടിയിലായിട്ട് നമുക്ക് നമ്മൾ ക്ലിയർ ക്യാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഓൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ എത്ര ടോട്ടൽ ക്ലിയർ ചെയ്താൽ എത്ര MB നമുക്ക് കിട്ടുമെന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു ചെറിയ ഗ്രൂപ്പായതുകൊണ്ട് തന്നെ ഇതിലങ്ങനെ കൂടുതലൊന്നും വന്നിട്ട് അതുകൊണ്ട് 2.1 MB നമ്മൾ ഇതിലുള്ള ഫുള്ള് ഡിലീറ്റ് ആക്കിയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ രണ്ടാമതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീഡിയ ഫയൽ ഓൺലി കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇത് പുതുതായി വന്ന ഓപ്ഷനാണ്. ഈ 3 ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ക്ലിയർ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ വീഡിയോസും പിന്നെ ഫോട്ടോസും ഓഡിയോസും ഒക്കെ വന്നിട്ടുണ്ടാകും. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഫോട്ടോസ് ഒഴിച്ച് ബാക്കിയെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോൻ്റെ നേരെയുള്ള ഈ ക്ലിക്ക് മാത്രം ഒഴിവാക്കിയതിന് ശേഷം ക്ലിയർ മീഡിയ എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഓഡിയോ മാത്രമാണെന്നുണ്ടെങ്കിലും ആ ക്ലിക്ക് പിന്നെ ശരിയായിക്കണം ഒഴിവാക്കി കൊടുക്കുക. അല്ല സ്റ്റിക്കർ മാത്രം ഈ ഗ്രൂപ്പിൽ ഡിലീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായിക്കണം പിന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ ഗ്രൂപ്പിൽ ഫോട്ടോസ് മാത്രമാണ് ഡിലീറ്റ് ആകേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ആ ശരിയായിക്കം കൊടുത്തതിന് ശേഷം ക്ലിയർ മീഡിയ കൊടുത്താൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഫോട്ടോസ് മാത്രമാണ് ഡിലീറ്റ് ആവുക. ഇപ്പോൾ വന്ന പുതിയ അപ്ഡേറ്റ് ആണ്. പിന്നെ നമ്മൾ രണ്ടാമതായി വന്ന അപ്ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം സ്റ്റാറ്റസിൻ്റെ അടിയിലായിട്ട് അപ്ഡേറ്റ് എന്ന് കാണാൻ സാധിക്കില്ല. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ എന്തെങ്കിലും സ്റ്റാറ്റസ് വെക്കുക. നമ്മളിപ്പോൾ വാട്സപ്പിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് വെക്കുമ്പോൾ അടിയിലായിട്ട് സ്റ്റാറ്റസ് കോൺടാക്റ്റ് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുതുതായി ഒരു ഓപ്ഷൻ വന്ന് കാണാൻ സാധിക്കും, അലോ ഷെയറിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ നിങ്ങളിപ്പോൾ ഓൺ ആക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നത് നമ്മളിപ്പം പലതും സ്റ്റാറ്റസ് വെച്ചാൽ ചില ആൾക്കാരൊക്കെ ആ വീഡിയോ ഒന്ന് അയച്ചു തരുമോ എന്ന്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചോദിക്കാണ്ട് തന്നെ അവർക്ക് നമ്മുടെ സ്റ്റാറ്റസിൻ്റെ അടിയിലായിട്ട് ഷെയർ ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നിന്ന് ഷെയർ ചെയ്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് വേറെ ആൾക്കെങ്കിലും അയച്ചു കൊടുക്കുകയും അവർക്ക് വേണമെങ്കിൽ അത് സ്റ്റാറ്റസ് വെക്കാനും പറ്റുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ സ്റ്റോറി എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ, അതുപോലെ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസും എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഡൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റസ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.